അപ്പോൾ 2016 ജനതാ ഗാരേജ് കൂടാതെ മറ്റൊരു ഉണ്ണി മുകുന്ദൻ പടം കൂടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഉണ്ണി മുകുന്ദൻ നായകനായ ഒരു സിനിമയായിരുന്നിട്ട് കൂടി അതിന്റെ ഗുണം കിട്ടിയത് മറ്റൊരാൾക്കായിരുന്നു. സിനിമയുടെ പേര് സ്റ്റൈൽ. ട്രെയിലറിൽ നിന്ന് തന്നെ അതൊരു സ്റ്റൈലിഷ് ആക്ഷൻ മൂവി ആയിരിക്കും എന്ന് വ്യക്തമായ ഒരു പടം വലിയ വിജയമായില്ലെങ്കിലും പിൽക്കാലത്ത് അത് യൂട്യൂബിൽ ഇറങ്ങിയപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോയത് വില്ലനായ എഡ്ഗർ ആയിരുന്നു, അതായത് ടോവിനോ തോമസ്. എന്നാൽ 2017 മമ്മൂട്ടിയുടെ മാസ്റ്റർ പീസ് എന്ന സിനിമയിൽ വളരെ കൺവിൻസിംഗ് ആയ ഒരു വില്ലൻ വേഷം അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. ശേഷം 2019 നിവിൻ പോളി ഹനീഫ് അദേനി ടീമിന്റെ മിഖായൽ റിലീസ് ആവുന്നു. പിന്നെന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ. വിജയ ചിത്രങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് വരാറുണ്ട്. പരാജയപ്പെട്ട ഒരു ചിത്രം പിൽക്കാലത്ത് കൾട്ടായി മാറിയതിനു ശേഷം സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഒരു പരാജയ ചിത്രത്തിലെ ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ റെഫറൻസിൽ ഒരുതരം അൺറിലേറ്റഡ് രണ്ടാം ഭാഗം വരികയും അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ഒരേ ഒരു നടൻ ഒരുപക്ഷെ ഉണ്ണി മുകുന്ദനായിരിക്കും. അങ്ങനെ വർഷം 2022 കരിയർ ആരംഭിച്ച് 10 വർഷങ്ങൾക്കും 30 മേലെ സിനിമകൾക്കും ശേഷം മേപ്പടിയാൻ എന്ന സിനിമയിലൂടെ അദ്ദേഹം തന്റെ കരിയറിലെ ആദ്യത്തെ സോളോ ഹിറ്റ് അടിച്ചു. ഒരു ഹീറോയുടെ എല്ലാത്തരം ഫീച്ചേഴ്സ് ഉണ്ടായിട്ട് കൂടി 10 വർഷമെടുത്തു അദ്ദേഹത്തിന് തന്റെ കരിയറിലെ ആദ്യ സോളോ ഹിറ്റ് അടിക്കാൻ. ഇതിനിടയിൽ ബാഗ്മതി, യശോദ പോലുള്ള തെലുഗു സിനിമകളിലും ഇദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു. അങ്ങനെ തന്റെ ആദ്യത്തെ സോളോ ഹിറ്റോടുകൂടി 2022 ആരംഭിച്ച അദ്ദേഹം തന്റെ രണ്ടാമത്തെ സോളോ ഹിറ്റായ മാളികപ്പുറം എന്ന സിനിമയിലൂടെ 2022 അവസാനിപ്പിച്ചു. ശേഷം 2024 ദ മൈറ്റി മാർക്കോ. ഒരു സാധാ ബ്ലോക്ക് ബസ്റ്ററിനപ്പുറത്തേക്ക് ഹിന്ദി ഡബ്ഡ് വെർഷനിൽ ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനും ഈ സിനിമ സ്വന്തമാക്കി. മാർക്കോയുടെ വൻ വിജയത്തിന് ശേഷം ആൾ ഒന്നുകൂടി നോക്കി കളിച്ചിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദി മാർക്കറ്റ് അദ്ദേഹത്തിന് എക്സ്പാൻഡ് ചെയ്യാമായിരുന്നു. എന്നാൽ ആ സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംഗതിയുമായിട്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ ഇറങ്ങിയത്. ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ആളുടെ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ പേര് മിണ്ടിയും പറഞ്ഞു. ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു മാത്രം ഇരുന്നാൽ എങ്ങനെയാണ് എൻ്റെ ഉണ്ണിയേട്ടാ? ഒന്ന് ചാർജ് ആവ്.